അവിടെയാണ് നിനക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്. അനുവിന്റെ ഫ്രണ്ട്സ് അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നാലോ? ഇങ്ങോട്ട് വന്നാലേ അവര് വീടിന്റെ പുറത്തേ നിൽക്കൂ. അവരെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല. തന്റെ നിലപാട് അതാണെങ്കിൽ ഞാൻ തിരുത്തുന്നില്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം നമ്മൾ അനുവിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വന്നേക്കാം. അതിനെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് പ്രശ്നം? ഇന്നത്തെ കാലത്ത് ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ പറ്റി ഒരു വിവരവും കിട്ടാതെ വരുമ്പോ അവര് കോടതി പൊക്കൂടാന്നില്ലല്ലോ. അനുവിന്റെ ഫ്രണ്ട്സ് കോടതിയിൽ പോയി ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്താൽ അനുവിനെ നമ്മൾ കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. കോടതിയിൽ അനു നമ്മുടെ ഭാഗത്ത് നിൽക്കണമെന്നില്ല. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അനു നമ്മളെ സഹായിക്കില്ല. നമ്മുടെ പ്ലാൻ തകിടം മറിക്കാൻ അനുവിന്റെ ഫ്രണ്ട്സ് വിചാരിച്ചാലും നടക്കും. അതുകൊണ്ട് താൻ അവരുടെ കോൾ എടുക്കാതിരിക്കരുത്. അവരോട് വളരെ ജെന്യുവനായി തന്നെ സംസാരിക്കണം. എന്നാലേ അവരുടെ നീക്കം എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതറിയാൻ നീ അങ്ങോട്ട് വിളിക്കുന്നത് നല്ലത്. ഞാൻ അവരെ വിളിക്കാനോ? പലതവണ കുട്ടികൾ നിന്നെ വിളിച്ചിരിക്കുകയല്ലേ. അതെന്തിനാണെന്നറിയാൻ തനിക്ക് തിരിച്ചു വിളിക്കാമല്ലോ. അനുവിന്റെ അമ്മയെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വീണ്ടും അവരെ വിളിച്ച വീണ്ടും അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യും. അനുവിന്റെ അമ്മ വിളിക്കുന്നു. എന്തോ മഹാത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ. നീ കോൾ സ്പീക്കറിലിട്. ഹലോ അമ്മേ. മോളെന്നെ പലവട്ടം വിളിച്ചിരുന്നു അല്ലേ? മോളോ? ഇങ്ങനെ ഇവർ ആദ്യമായിട്ടാണല്ലോ വിളിക്കണേ. നിങ്ങളുടെ കോൾസ് എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ടാ കോൾ എടുക്കാതിരുന്നത്. നിങ്ങളെ ആരെയും തിരിച്ചു വിളിക്കാനും സമയം കിട്ടിയില്ല. ഞങ്ങള് അനുവിനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്ത് പറ്റിയത് അവക്ക്? അവളെ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അവളുടെ ഫോൺ എവിടെയോ മിസ്സായി. ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത് കള്ളത്തരാ പറയുന്നേ. കേട്ടാലേ അറിയാം. നമ്പര് ശരിക്കും. അമ്മേ, ഞങ്ങൾക്കൊന്ന് അനുവിനോട് സംസാരിക്കണം. അവളവിടെ ഉണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കാമോ? അയ്യോ സോറി മോളെ, അവളിവിടെ ഇല്ല. അയ്യോ കള്ളം, പച്ചക്കള്ളം. അവൾ അവിടെ തന്നെ ഉണ്ടാവും. വാടിച്ചിരിക്കണം. നീ മിണ്ടരുത്. അനു എവിടെ പോയതാ അമ്മേ? അവൾ എന്റെ ഒരു ബന്ധുവിന്റെ കൂടെ അവരുടെ വീട്ടിൽ പോയിരിക്കുവാ. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അവള് കോളേജിലേക്ക് എപ്പോഴാ തിരിച്ചു വരിക? നിങ്ങളൊക്കെ നന്നായി പഠിക്ക്. ഭാവി നന്നാവട്ടെ. അനുവിന്റെ കാര്യം എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്നാ ശരി മോളെ. അവളുടെ ഒരു അന്വേഷണം. എന്താ അവരുടെ പ്ലാൻ? അവരുമായിട്ട് സംസാരിച്ചപ്പോ തനിക്ക് എന്താ തോന്നിയത്? അവരുടെ ഭാഗത്തുനിന്നും പുതിയ നീക്കങ്ങളൊന്നുമില്ല. ഞാനുമായി സംസാരിച്ചതോടെ അവരുടെ സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും. അനുവിന്റെ കൂട്ടുകാരെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കണ്ട. അവര് തന്നോട് സംസാരിച്ച പോലെ ആയിരിക്കില്ല പ്രവർത്തിക്കാൻ പോകുന്നത്. അവരെത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നന്ദൻ അറിയില്ല. നന്ദൻ അവരെ കണ്ടിട്ടില്ലല്ലോ. 4 വിളഞ്ഞ വിത്തുകളാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ വെറും പൂച്ചകളാ. അവരെക്കുറിച്ചോർത്ത് നന്ദൻ ടെൻഷൻ ആവണ്ട. അമ്മയ്ക്ക് നമ്മളോടുള്ള സമീപനത്തില് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ?
അമ്മയുടെ സംസാരത്തിൽ നമ്മളോട് പഴയ ദേഷ്യമില്ല. സംസാരത്തിൽ മാറ്റം വന്നോണ്ട് അവർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായത്തിൽ മാറ്റം വരണമെന്നില്ല. നമ്മൾ എത്ര തവണ അനുവിന്റെ അമ്മയെ വിളിച്ചു, അപ്പോഴൊന്നും തിരിച്ചു വിളിക്കാൻ തയ്യാറാവാത്തവരാ ഇപ്പൊ തിരിച്ചു വിളിച്ചത്. അതെന്തായിരിക്കും? അനു വീട്ടിലില്ലെന്നാ അവര് പറയുന്നത്. ബന്ധുവീട്ടിൽ നിന്ന് 2-3 ദിവസം കഴിഞ്ഞേ അവള് വരും. അങ്ങനെയെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുന്നതിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അനുവിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നീ അങ്ങോട്ട് പോണ്ടെന്നാണോ പറയണേ? പോകാതിരുന്ന എങ്ങനെയാ? നമുക്ക് അനുവിനെ കാണണ്ടേ? അനുവിനെ കാണണം. അവളെ കാണണമെന്ന് തന്നെയാ നമ്മുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് പോയല്ലേ പറ്റൂ. ഇന്ന് തന്നെ പോണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് അനു വീട്ടിലെത്തിയെന്ന് കൺഫേം ചെയ്തിട്ട് പോയാ പോരെ? തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാനോ? ആ അത് ശരിയാ. അവിടെ വരെ ചെന്നിട്ട് അനുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാ പോകുന്നത്? എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോവാം. നിങ്ങൾ തിരികെ പോകുന്നത് അബദ്ധമാണ്. അനുവിനെ കാണാനാണ് നമ്മൾ ഇറങ്ങിയത്. ഈ യാത്ര നിങ്ങൾ മുടക്കരുത്. അനു അവിടെ ഇല്ലാന്ന് അവളെ അമ്മയല്ലേ വിളിച്ചു പറഞ്ഞേ. പിന്നെ എന്തിനാ നമ്മളവിടെ പോകുന്നേ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. അത് തന്നെയാണ് അനുവിന്റെ അമ്മ ഉദ്ദേശിച്ചത്. അനുവിന്റെ അമ്മ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ആവട്ടെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ അനുവിന്റെ അമ്മയ്ക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് അവര് നിങ്ങളെ വിളിച്ചത്. ഈ വിളി അവർക്ക് നിങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടല്ല. നിങ്ങളുടെ നീക്കം എന്താണെന്നറിയാൻ അവര് തന്ത്രപൂർവ്വം ശ്രമിച്ചത്. അവരുടെ ആ തന്ത്രത്തിൽ നിങ്ങൾ വീണു. അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. അനു ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണോ നീ കരുതുന്നേ? അതെ, അനു ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവൾ എവിടെയും പോയിട്ടില്ല. അവള് ബന്ധുവിനൊപ്പം പോയെന്ന് അവളുടെ അമ്മ പറയുന്നത് ഒരു വലിയ നുണയാ.